വരവെന്ന ചിത്രം ജൂലൈ 16 തിയേറ്ററുകളിൽ എത്തിയത്. ജോജു നായകനായി എത്തുന്ന ചിത്രമാണ്. പക്ഷേ വിചാരിച്ചതുപോലെ ആ സിനിമ അങ്ങ് കയറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. റിവ്യൂവേഴ്സിന്റെ നെഗറ്റീവ് അഭിപ്രായം, ഓഡിയൻസിന്റെ ഇടയിൽ മിക്സഡ് റെസ്പോൺസ്, അങ്ങനെയാണ് ഇപ്പോൾ വരവ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോജു ജോർജ് സമൂഹ മാധ്യമങ്ങളിലെ കുറച്ചു പേരോട് പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. ജോജു ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി 5 കോടി രൂപ വാങ്ങുന്നുണ്ടെന്നും ഒരു സിനിമയുടെ സെറ്റിൽ തന്നെ 15ഉം 16ഉം സ്മാർട്ട് ഫോണുകൾ പൊട്ടിക്കുന്ന ശൈലി പതിവ് ജോജുവിനുണ്ട് എന്നതാണ് മുൻ സംവിധായകനായ ശാന്തിവിള ദിനേശിൻ്റെ വാക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. ശാന്തിവിള ദിനേശിൻ്റെ തന്നെ യൂട്യൂബ് ചാനലായ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലൂടെയാണ് ശാന്തിവിള ദിനേശ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. അതിൽ ശാന്തിവിള ദിനേശ് പറയുന്നതാണ്, ജോജു ജോർജ് പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്. ഇന്ന് അയാൾ ഒരു പടത്തിന് വാങ്ങുന്നത് 5 കോടിയിലധികം രൂപയാണ്. അയാളുടെ അഹങ്കാരം പോകുന്നത് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് ജോജുവിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ശാന്തിവിള ദിനേശിൻ്റെ ആ വീഡിയോ ഏകദേശം ഇപ്പോൾ യൂട്യൂബിൽ 30,000-ലധികം ആളുകൾ കണ്ടിട്ടുണ്ട്. അതൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില യൂട്യൂബേഴ്സ് ശാന്തിവിള ദിനേശിൻ്റെ വാക്കുകൾ ചെയ്തുകൊണ്ടും അല്ലാതെയും ജോജു ഒരു അഹങ്കാരിയാണെന്നും ഇത്രയധികം പൈസ വാങ്ങുന്നുണ്ടെന്നും പ്രതിഫലമായി വാങ്ങുന്നുണ്ടെന്നും ഇതുപോലുള്ള ശൈലികൾ ജോജുവിനുണ്ട് എന്ന് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സാധാരണയായി ഇതുപോലെ താരങ്ങൾക്ക് എതിരെ പറയുന്ന കാര്യങ്ങൾ പലരും അങ്ങനെ പ്രതികരിക്കാറില്ല. അവരവരുടെ സ്റ്റാൻഡ് പുറത്തു പറയാറില്ല. കാരണം സോഷ്യൽ മീഡിയയാണ്, പല രീതിയിലുള്ള ബസ് പുറത്തു വരാറുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരും അത് മിണ്ടാതിരിക്കാറാണ് പതിവ്. എന്നാൽ ജോജു വ്യത്യസ്തനായി. ജോജു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിരുന്നു. എനിക്കെതിരെ വ്യാപകമായ ചില കാര്യങ്ങൾ പറക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് 5 കോടി രൂപ ഞാൻ പ്രതിഫലമായി വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ജോജു അതിന് മറുപടി പറയുന്നത്, 5 കോടി രൂപയോ ഞാനോ പ്രതിഫലം വാങ്ങാൻ? അതിൻ്റെ പകുതിയുടെ പകുതി തന്നവരെ ഞാൻ അഭിനയിക്കും എന്നത് ജോജു പറയുന്നുണ്ട്. അതായത് 5 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നതായിട്ട് ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞു എന്നുള്ളതാണ് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ അത് വാസ്തവ വിരുദ്ധമാണെന്നും ഇത്രയൊന്നും പൈസ താൻ വാങ്ങാറില്ല എന്നുമാണ് ജോജു പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഒരു സ്മാർട്ട് ഫോണുകൾ 15ഉം 16ഉം സ്മാർട്ട് ഫോണുകൾ അടിച്ചു പൊട്ടിക്കുന്നത് ജോജുവിൻ്റെ സ്ഥിരം ശൈലിയാണ്. ജോജുവിന് ദേഷ്യം വരുമ്പോഴൊക്കെ തന്നെ ഫോൺ പൊട്ടിക്കും. ജോജു ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ പലരും ജോജുവിന് ഗിഫ്റ്റായിട്ടും അല്ലാണ്ടുമൊക്കെ കൊടുക്കുന്നുണ്ടാവും. പൈസയും ഉണ്ടല്ലോ, അതുകൊണ്ട് ഫോൺ വാങ്ങിച്ച് പൊട്ടിക്കുന്നത് ജോജുവിൻ്റെ ശൈലിയാണെന്നതാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത്. അതിനും ജോജുവിനുണ്ട് മറുപടി. ഇതൊക്കെ ആരാണ് പറഞ്ഞു വിടുന്നത്? ഇതൊക്കെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇതൊക്കെ വ്യാപകമായി സ്പ്രെഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്യുക എന്നതാണ് ജോജു ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ശാന്തിവിള ദിനേശിൻ്റെ വാക്കുകൾക്ക് എതിരായിട്ടാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇത് കുറച്ച് വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. ജോജു അവിടെയും നിർത്തിയില്ല. ജോജു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമാ മേഖലയിലെ ഒരു നടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തനിക്കെതിരെ PR വർക്ക് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പല ചോദ്യങ്ങളുണ്ട്, വ്യക്തത കുറവുകളുമുണ്ട്. ജോജു ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന വ്യക്തിയാണ്. വില്ലന്മാരുടെ പുറകിലെ ഏറ്റവും അറ്റത്ത് അടികൊണ്ട് വന്ന വ്യക്തിയാണ്. വർഷങ്ങളോളം സിനിമയിൽ കഷ്ടപ്പെട്ട് നിലനിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ തൻ്റേതായ കഴിവുകൾ കൊണ്ട് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായി, കോമഡി ആർട്ടിസ്റ്റായി, പിന്നീട് നായകനായിട്ട് വന്ന വ്യക്തിയാണ് ജോജു. ഇന്ന് ജോജുവിന് ഒരു മാർക്കറ്റ് വാല്യൂ നായകൻ എന്ന രീതിയിലുണ്ട്. തമിഴിലും ജോജു ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സൂര്യ നായകനാകുന്ന റെട്രോയും കമൽഹാസൻ നായകനായെത്തിയ തഗ് ലൈഫും ഉൾപ്പെടെയുള്ള സിനിമകൾ. അതല്ലാതെയും ജോജുവിൻ്റെ കരിയറിൽ പ്രധാനപ്പെട്ട സിനിമകൾ മറ്റു ഭാഷകളിലുമുണ്ട്. അങ്ങനെ തിരക്ക് പിടിച്ച നായക നടനായി ജോജു മാറുമ്പോൾ ജോജു സംവിധായകനുമാകുന്നുണ്ട്. പണി എന്ന ചിത്രം സംവിധാനം ചെയ്തതിലൂടെ 2 പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് ജുനൈസ്, ഒന്ന് സാഗറിനെയും മലയാള ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരികയും കമൽഹാസൻ പോലുള്ള താരങ്ങൾ അത് അവരുടെ 2 പേരുടെയും പ്രകടനത്തെ മികച്ചതായി വാഴ്ത്തുകയും ചെയ്തത് ജോജുവിൻ്റെ സംവിധാനത്തിലൂടെയാണ്. ഇപ്പോഴിതാ ജോജു കാവ്യ ഫിലിം കമ്പനിക്ക് വേണ്ടിയിട്ട് പരിപാടി എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻവർ മാസ്റ്റേഴ്സാണ് അതിൻ്റെ സംഘടന ചെയ്യുന്നത്. ജോജുവിൻ്റെ ഒരു വമ്പൻ പരിപാടിയാണ് അണിയറയിൽ ഒരുങ്ങുകയും ചെയ്യുന്നത്. ഈ ജോജുവിനൊരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. പപ്പു എന്നാണ് ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. തൻ്റെ 3 മക്കളുടെയും പേരിലാണ് ആ പ്രൊഡക്ഷൻ കമ്പനി. ആ പ്രൊഡക്ഷൻ കമ്പനി വളരെ ശ്രദ്ധയാകർഷിക്കുന്നത് ജോജു നായകനാകുന്നതും ജോജു സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങളുടെയൊക്കെ മെയിൻ പ്രൊഡ്യൂസേഴ്സും അവർ തന്നെയാണ്. അങ്ങനെ തൻ്റേതായ കഴിവുകൊണ്ട് ചെറിയ രീതിയിൽ നിന്ന് തന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വളർന്നു വന്നൊരു വ്യക്തി നായകനായി, പിന്നീട് ഡയറക്ടറായി, പിന്നീട് പ്രൊഡ്യൂസറായി, ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി നിൽക്കുമ്പോൾ ഒരു നടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തനിക്കെതിരെ PR വർക്ക് നടത്തുന്നുണ്ട് എന്നാണ് ജോജു പറയുന്നത്. അതാരാണ് എന്ന് ജോജു വ്യക്തമാക്കിയിട്ടുമില്ല. അത് ആരാണ്, അവരിലേക്ക് വിരൽ ചൂണ്ടുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് RJ മിഥുൻ്റെ ഭാര്യയായ ലക്ഷ്മി മേനോൻ ജോജു ജോർജിൻ്റെ ഈ വാക്കുകൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടിട്ടത്. അതോടൊപ്പം ലക്ഷ്മി ഒരു കാര്യവും കൂടി ചെയ്തു, ഒരു ക്യാപ്ഷനും കിട്ടും. ആ പെൺകോന്തനായ വ്യക്തിയും അയാളുടെ ഭാര്യയും പറ്റി നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ എന്നാണ് ലക്ഷ്മി മേനോൻ പറയുന്നത്. ഈ പെൺകോന്തൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നതിൽ പോലും എന്താണ് കാര്യം എന്നുള്ള ചോദ്യങ്ങളുണ്ട്. 2, ആരാണ് ഈ നടൻ? ഇതുമായി ബന്ധപ്പെട്ടുള്ള പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അറ്റവും വാലും തുമ്പും മാത്രമാണ് ജോജു ജോർജ് ഇട്ടിട്ടുള്ളത്. അയാളുടെ പേര് പറഞ്ഞിട്ടില്ല,
എന്താണ് സംഭവം എന്നറിയില്ല, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു കാര്യം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോജുവിൻ്റെ ചിത്രം വരവുമായി ബന്ധപ്പെട്ടും കൂടി ചേർത്ത് വായിക്കാം അത്. കാരണം ജോജു ഒരു പ്രധാന വേഷത്തിലെത്തി. ഷാജി കലാസിൻ്റെ സംവിധാനത്തിൽ AK സാജൻ നിർമ്മിച്ച് ഒരു നല്ല താരനിരയുമായിട്ടാണ് വരവെത്തിയത്. എന്നാൽ വരവിൻ്റെ ആദ്യ ദിവസം തന്നെ കളക്ഷൻ റിപ്പോർട്ട് തിരിഞ്ഞു, നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നു. ഒരു പക്ഷേ ജോജു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്പണിംഗ് നമുക്ക് കിട്ടിയത് വരവിൽ ഒരു ശ്രദ്ധേയമായിട്ടുണ്ട് എന്നത് പറയാം. പക്ഷേ എന്നാൽ പോലും പിന്നീട് അങ്ങോട്ട് സിനിമയ്ക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാലും തിയേറ്ററിൽ ആളുകൾ കയറുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുമുണ്ട്. പക്ഷേ സിനിമയെ വീഴ്ത്താൻ, തന്നെ വീഴ്ത്താൻ ഒരു നടനും അയാളുടെ ഭാര്യയും ചേർന്ന് ഒരു PR വർക്ക് നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയ്ക്ക് അകത്ത് തന്നെ ഇതുപോലുള്ള PRകൾ ഒരു നടനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ആളുകൾക്കിടയിൽ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു താരത്തെ വീഴ്ത്താൻ, അയാളുടെ സിനിമയെ വീഴ്ത്താൻ സിനിമയ്ക്കുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ മറ്റാളുകൾ PR വർക്കിലൂടെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കാലത്തിനനുസരിച്ചൊരു മാറ്റമായി മാത്രം കണ്ടാൽ മതി. മുൻപ് സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റ് സിനിമാ താരങ്ങളുടെ ഫാൻസുകാരെ കൊണ്ട് ആ തിയേറ്ററിൽ കയറ്റി കൂവിക്കുന്ന കാഴ്ച ഇന്ന് ഓൺലൈൻ മീഡിയയിൽ PR വർക്കായി മാത്രം മാറി എന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ കഥ ഞാൻ പറഞ്ഞതല്ല, പല സിനിമകളിലും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ സ്പൂഫ് വേർഷനിൽ പല ആളുകളും സിനിമയും സീക്വൻസുകളും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നത്, നടന്മാരെ ടാർഗറ്റ് ചെയ്യുന്നതൊന്നും ആദ്യമായിട്ട് നടക്കുന്ന പരിപാടിയല്ല. സിനിമയെ ടാർഗറ്റ് ചെയ്ത് വരെ പല രീതിയിലും PR വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയും സിനിമാ മേഖലയും ആർക്കും ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്തായാലും ജോജുവിൻ്റെ വാക്കുകളും സ്പെക്കുലേഷൻസും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ശാന്തിവിള ദിനേശിൻ്റെ വാക്കുകൾ മാത്രമല്ല, നേരെ മറിച്ച് ഒരു നടൻ, ആ നടൻ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്താണ് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് സോഷ്യൽ മീഡിയ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.